ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതാണ് ഗ്രാനി ചാപ്റ്റർ 1. ഞാനിപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് വോയിസ് വെച്ച് റെക്കോർഡ് ചെയ്യണത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ലൈക്കും സബും ചെയ്യാൻ മറക്കല്ലേ. കാരണം ഇനി മുതൽ ഗ്രാനിയുടെ വീഡിയോസ് കൂടുതൽ വരുന്നതായിരിക്കും. ഗ്രാനി ചാപ്റ്റർ 1ഉം 2ഉം 3 ഒക്കെ കളിച്ച് വീഡിയോ ഇടണമെന്നായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെക്കുക. പിന്നെ നമ്മളിന്ന് കളിക്കുന്നത് ഈസി മോഡാണ്. ഡോർ എസ്കേപ്പ് ചെയ്യാൻ നമ്മുടെ പ്ലാൻ. നടക്കുമോ എന്നറിഞ്ഞൂടാ, നമുക്കെന്തായാലും ശ്രമിക്കാം. ഇനി നോർമലും ഹാർഡൊക്കെ ഇട്ടിട്ട് കളിക്കാൻ നോക്കാം. ഇനി വരുന്ന വീഡിയോസിൽ നമ്മളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഡേ 1 നമ്മൾ ഗ്രാനിയുടെ വീട്ടിൽ എണീച്ചിട്ടുണ്ട്. തലക്കടി കൊണ്ട് ബോധമില്ലാണ്ട് കിടക്കായിരുന്നു തോന്നുന്നു. അപ്പോൾ വെടിയിൽ നിന്ന് എണീച്ച് നമുക്ക് ഇതിൻ്റെ അകത്തൊന്നുമില്ല എന്നറിയാം. എന്നാലും നോക്കൽ ഒരു രസമാണ്. കുപ്പി അവിടെ താഴ്ത്തിട്ടുണ്ട്. ഈ ഡോറിൻ്റെ പിന്നിൽ പോയി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രിക്ക്. ഗ്രാനി കളിക്കാനുണ്ടെങ്കിൽ ഈ ട്രിക്കൊക്കെ യൂസ് ചെയ്യുക. കാരണം ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. എന്നിട്ട് ഫസ്റ്റ് തന്നെ ഗ്രാനിനെ കൊല്ലാനായിട്ട് എളുപ്പമുള്ളൊരു കാര്യമാണ് ഗ്യാരേജില്ല, മറ്റേ സ്റ്റീമർ പോലത്തെ സാധനമില്ലേ, ആ സാധനത്തിൽ ഗ്രാനി ഇങ്ങോട്ട് വരും. ഇവിടെ നിന്ന് ഒളിച്ചിരുന്നാൽ മതി വൈസ്. ഗ്രാനി വന്നോ. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഗ്രാനി പിന്നെ നമ്മളെ കാണില്ല. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. 2000 years later. കളിക്കുമ്പോൾ നല്ലോണം ആവശ്യം വരും. ഗ്രാനി കാണില്ല. നൈസായിട്ട് ഡോർ എടുക്കും. ഗ്രാനി നമ്മളോടാ ഗ്രാനിയുടെ കളി. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും പാർട്ട് ഓഫ് ഷോട്ട് കിട്ടി. ഇതിപ്പോൾ എളുപ്പമായി. ഫസ്റ്റത്തെ പാർട്ട് അപ്പം തന്നെ കിട്ടി. നമുക്ക് വെപ്പം കിട്ടിയാൽ എളുപ്പമായി. എല്ലാം എളുപ്പമായി. എന്തായാലും 2 മിനിറ്റ് ഗ്രാനി കൊണ്ടുണ്ട്. 2 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു. നമുക്ക് ചെയിൻ കട്ട്, പക്ഷേ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും വൈസ്. ഞാൻ ഈ ചെയിൻ കട്ടർ വെച്ചിട്ട് ഡോറിൻ്റെ ഈ സാധനം കട്ട് ചെയ്യാൻ പറ്റും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാൻ വിചാരിച്ച് കട്ടിങ് പ്ലെയർ വെച്ചിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിതേ പാഡ്ലോക്ക് കോഡും കിട്ടി വൈസ്. 2 സാധനം ഓൾറെഡി കിട്ടി. എക്സ്ട്രാ ലോക്ക് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിതേ വിഞ്ച് ഹാൻഡിൽ ഇപ്പോൾ തന്നെ കിട്ടി. 2 മിനിറ്റ് ഏകദേശം കഴിയാമെന്ന് തോന്നുന്നുണ്ട്. എനിക്കിനി ഷോട്ട് ഗണ്ണിൻ്റെ പാട്ടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമുക്കെന്തായാലും ഇത് വേഗം തീർക്കാം. ഹാമറായിരിക്കും കിട്ടുകയെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ തണ്ണി മാത്രമായിരിക്കും. ഹാമറാണ് കിട്ടിയത്. എളുപ്പമായി. ഡോർ എസ്കേപ്പിനുള്ള 3ാമത്തെ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് സ്ഥലത്തൊക്കെ പോയി ഇനി പൊളിക്കാനുണ്ട്. ഇപ്പോൾ ഗ്രാനി വന്നിട്ടുണ്ടാവും ഗൈസ്. നമുക്കെന്തായാലും ഗ്രാനിനെ വീണ്ടും കൊടുക്കാം. വെപ്പം കിട്ടിയാൽ എളുപ്പമായിരുന്നു. ഗ്രാനി ഇപ്പോൾ ഓണായി കാണും. നമുക്ക് വേഗം ഗ്രാനിയോടെ കൊണ്ട് കൊടുക്കാം. 6.5 hours later. അപ്പോൾ ഗൈസ് ദേ ഗ്രാനി ഇപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. വെപ്പം കിട്ടിയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് മടുക്കും. ഗ്രാനിനെ അങ്ങനെ വീണ്ടും കുടിയിട്ടുണ്ട്. തള്ളക്കി പിന്നെ ബോധമില്ല, പിന്നെ കുഴപ്പമില്ല. നമ്മ ജേണയിലൊക്കെ ചെന്ന് തൈട്ട് നിന്നോളൂ. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് പൊളിക്കാനുണ്ട്. ഇതങ്ങോട്ടിട്ട് അങ്ങോട്ട് പൊളിച്ചേക്കാം. ഗ്രാനി ഇതേ കൂടി 2 മിനിറ്റത്തേക്ക് പോയി. നമുക്ക് സ്പെഷ്യൽ കീ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഹാമർ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. നമുക്ക് മേളിൽ ചെന്നിട്ട് കുറച്ച് പൊട്ടിക്കാനുണ്ട്. പിന്നെ അതേ ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ട് നമുക്ക് കിട്ടി. നമുക്കെന്തായാലും ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ടുണ്ടോ നോക്കാം. വെപ്പം കിട്ടിയിട്ട് വേണം സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക്
ഇത് ഈ സ്റ്റെയറിൻ്റെ അവിടെ കൊണ്ട് നോക്കാൻ. പാഡ്ലോക്കി ആയിരിക്കും ഗൈസ് നമുക്ക് കിട്ടുക. സ്ക്രൂ ഡ്രൈവർ വെച്ച് അവിടെ പൊളിച്ചാൽ. അങ്ങനെ 2 പാർട്ട് കിട്ടി. നോക്കണ്ട. അപ്പം നമുക്ക് നമ്മുടെ ഹാമർ എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് മാളിൽ പോയിട്ട് പ്ലാങ്ക് വെച്ചിട്ട് അത് പൊളിക്കണം. അപ്പം നമുക്ക് നമ്മുടെ ഹാമർ കാണില്ല. ഇവിടെ നമുക്ക് വിന്നാന്ന് നോക്കാം ഗൈസ്. വഴി മാറി ഇവിടെ ചിലപ്പോൾ ഉണ്ടാവും ഗൈസ്. ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടി ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അതെ ഗൈസ്, ഇവിടെ ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടുണ്ട്. എന്തായാലും മുകളിലത്തെ പോയി വേഗം പൊട്ടിച്ചിട്ട് വരാം. സീവർ എസ്കേപ്പൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. വെപ്പങ്കി കിട്ടി, ഉപകാരമായി. ഷോർട്ട് ഗണ്ണി എടുക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഹാമർ അവിടെ ഇടാം. ഗ്രാനീനെ ഒന്ന് ഉറക്കിയിട്ട് നമുക്ക് ഹാമർ എടുത്തിട്ട് നമുക്ക് മുകളിൽ പോകാം. അങ്ങനെ ഫൈനലി നമുക്ക് ആ വെപ്പൺ കിട്ടിയിട്ടുണ്ട്. ഗ്രാനീനെ ഉറക്കാൻ നേരായി, സ്ക്രൂ ഡ്രൈവറും എടുക്കാൻ നേരായി. ഇനി നമുക്കൊരു സ്ഥലം വേണം ഗ്രാനീനെ വിളിക്കാനായിട്ട്. ഗ്രാനീനെ ഇങ്ങോട്ട് വിളിക്കാം ഗൈസ്. ഗ്രാനീനെ കാണില്ല. ഇതേ ഗ്രാനി വന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതേ ഗ്രാനി എത്തിക്കുന്നു. ഗ്രാനിനെയും കൊന്നു, സ്ക്രൂ ഡ്രൈവറും കിട്ടി. അത്രേ ഉള്ളൂ. പാഡ്ലോക്ക് കിട്ടിയാൽ മതിയായിരുന്നു. പ്ലേയേഴ്സ് കീ ആയാൽ തീർന്നു. കാറിൻ്റെ ഉള്ളിൽ മറ്റേതുണ്ടാവും, വാട്ടർ മെലൺ. നമുക്ക് പോയി നോക്കാം. ബേർഡ് സീഡ് ഇനി ഇത് കാക്കയ്ക്ക് കൊണ്ട് കൊടുക്കണം. കാക്കയിന് നമുക്ക് എന്ത് തരുമെന്ന് ആയിരിക്കണം. ഈ വഴി വഴി തെറ്റണ ഗൈസ്. കുറെ കാലം ഗ്രാനി എടുത്ത്. നമ്മുടെ കാക്ക എടുത്ത് എടുക്കണോ എൻ്റെ മാസ്റ്റർ കിട്ടി. എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു 4ാമത്തെ കാലം അതിനും കൂടി കിട്ടി പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കോകോയിലാണ് എനിക്ക് തോന്നുന്നത്. പ്ലേയേഴ്സ് മറ്റേ ഇതില്ലേ കോകോയിലൊക്കെ തുറക്കണ്ട, അതിൻ്റെ ഉള്ളിലാവാനാണ് ചാൻസ്. ഇത് പാഡ്ലോക്കി എനിക്ക് തോന്നണം തന്നെയാണ്. നമുക്കൊരു സാധനം ചെയ്യാൻ മാളി പോയി ഹാമർ വെച്ച് തുറക്കണം. ഇപ്പം ഒരു ഹാമർ എടുത്തിട്ട് മാളി പോകാം. ഹാമർ എടുത്ത് ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇല്ല, മീറ്റില്ല. സ്പൈഡറിന് കൊടുക്കാനുള്ള സാധനം ഹാമറിൻ്റെ ആവശ്യം ഒരു സ്ഥലത്തും കൂടി ഉണ്ട്. നമ്മുടെ ഡോറിൻ്റെ അവിടെ ഉണ്ട്. എന്തായാലും ഉപയോഗമില്ല. എന്തായാലും ഹാമർ എടുത്ത് നേരെ താഴത്തോട്ട് ഇടാം. ഗ്രാനി നമ്മളെ കണ്ടു കഴിച്ചു. അയ്യോ, എന്തായാലും കറങ്ങിപ്പോവാം. ഞാനിങ്ങോട്ട് വരട്ടെ, ഈ വഴി ചാടാം. എന്തെന്തോ വരാത്തത്? വരണമില്ലല്ലോ. അയ്യോ, എണീക്ക്.
ഇനി എണീക്കാൻ കുറേ ടൈമാണ്. ഗ്രാനി നമുക്ക് ഉറക്കാം. ഇടുക്ക് കിട്ടി. ഗ്രാനി വരുന്നുണ്ട്. ബൈ ഗ്രാനി, ബൈ ഗ്രാനി. ഗ്രാനീനെ ഒരു വട്ടം ഉറക്കിയിട്ടുണ്ട്. ഇനി ഹാമർ ഹാമർ എടുക്കുന്നു. ഹാമർ എടുക്കുക. പിന്നെ അത് എടുക്കാം. പിന്നെ ബാറ്ററി വേണോ അല്ലേ? സ്ക്രൂ ഡ്രൈവർ എവിടെ? നമ്മുടെ സ്ക്രൂ ഡ്രൈവർ പോയി എടുത്തിട്ട് നമുക്ക് ബാക്ക് യാർഡിൽ പോയിട്ട് കുറച്ച് പണി ചെയ്യാനുണ്ട്. ഇങ്ങനെയായിരുന്നു നമ്മുടെ സ്ക്രൂ ഡ്രൈവർ. വേഗം പോവാം. നമ്മൾ ഇപ്പോൾ ഇവിടെ ബാക്ക് യാർഡിൽ എത്തിയിട്ടുണ്ട്. അപ്പം പല സ്ഥലത്തും ഇപ്പോഴും സെർച്ച് ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു ഫീവറിൽ അല്ലെങ്കിൽ പ്ലേ ഹൗസിലായിരിക്കും ഈ കാറിലൊക്കെ ഉണ്ടാവുക. എന്തായാലും പോവാം തിരിച്ച്. ബുക്ക് ഉണ്ട് ഗൈസ് ഇവിടെ. ഫീവറിൽ പോകാൻ ചിലപ്പോൾ ആവശ്യമില്ല. ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ ഒന്നും കാണില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. അതെന്ത് പാടുന്നു? ഇവിടെ നമുക്ക് റിമോട്ട് കിട്ടിയിട്ടുണ്ട്. റിമോട്ട് വെച്ചിട്ട് ഗ്രാനീനെ ആദ്യം ഒന്നും കൂടി ഉറക്കണം. ആദ്യം ഇത് റിമോട്ട് വെച്ചൊന്ന് തുറക്കട്ടെ. എന്നിട്ട് ഗ്രാനീനെ ഉറക്കാനുണ്ട്. ബാറ്ററി നമുക്ക് കിട്ടി. അതായത് നമുക്കിനി വേണ്ടത് വെറും പാഡ്ലോക്കിയാണ്. പാഡ്ലോക്കിയും കൂടിയും കിട്ടിയാൽ എല്ലാം കഴിഞ്ഞു. മാസ്റ്റർ കീ നമ്മുടെ പിന്നെ നമ്മോട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രാനീനെ കൂടെ വിളിക്കാം. അവിടെ നിൽക്കാം ഗൈസ്. അപ്പോൾ ഗ്രാനി പറഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും. ആഞ്ചലീന സ്പൈഡർ അവിടെ കീയൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദ്യം ഗ്രാനിനെ തട്ടണം. തട്ടല്ല, ഉറക്കണം. ചാവൂലെങ്കിൽ നമ്മുടെ ഗ്രാനിയുടെ വായം പൊളിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് താടേ. നമ്മളവിടെ തട്ടിയിട്ടുണ്ട്. നമുക്ക് പാട്ടിലൊക്കെ എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ വേഗം പോയി നോക്കിയിട്ട് വരാം. എന്തൊക്കെയോ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. എന്തായാലും ഇവിടൊക്കെ ഒന്ന് പോയി നോക്കാം. കാടിലേക്ക് കിട്ടാൻ കളി കിട്ടണ്ടേ? അതിന് പാടി ഗ്യാസിലാണ്. നമ്പർ 2 തുറക്കാൻ പറയുന്നുണ്ട്. ഇത് തോന്നുമ്പോൾ ഫീവറിൽ പോയിട്ട് നമ്പർ 2 തുറക്കുമ്പോഴേ തണ്ണിമത്തം കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നേരെ പോവാം. നേരത്തോട്ട് എടുക്കാൻ 8 ചാട്ടം ചാടിയുണ്ട്. കാറിലൊടിഞ്ഞാൽ തോന്നുന്നു. ഫീവറിലോട്ട് ചാടിയപ്പോൾ അതേ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയത് വ്രഞ്ചാണ്. വ്രഞ്ചിൻ്റെ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതൊരു കാര്യം. അപ്പോൾ നമ്മൾ നേരെ പോയി നോക്കുമ്പോൾ ഇവിടെ സാധാരണ എന്തെങ്കിലും കിട്ടിയാറുണ്ട്. ഇപ്പം അത് കാണില്ല. അങ്ങനെ നമ്മുടെ സ്പൈഡർ റേഞ്ചിൽ എന്താ പറന്നോടുന്നു. ട്യൂഷനൊക്കെ വെട്ടിക്കും. ഇതേ പിശാച് അങ്ങോട്ട് ഓടുന്നുണ്ട്. നമുക്കെന്തായാലും ഒന്ന് ലിഫ്റ്റിൽ കയറി പോയാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. മുകളിലോട്ട് പോവാം. നമ്പർ 2 അല്ലേ അമ്മ ഉണ്ട്. നമ്പർ 2 തന്നെ ആദ്യം ആയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഒറ്റടി നമ്മൾ പൊട്ടിത്തെറിച്ചാവും. മേലും കിട്ടി. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് പാഡ്ലോക്ക് ഉണ്ടാകാനാ ചാൻസ്. എന്തായാലും ബാക്ക് യാർഡിൽ പോയിട്ട് പൊട്ടിക്കണം.
ഇതിനെ. പക്ഷെ ആദ്യം സ്പൈഡർ ആഞ്ചലീന എങ്ങോട്ട് പോയെന്ന് നോക്കുമ്പോഴേക്കും ആ പിശാചി ചാടി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കിടന്ന് കുറച്ച് നേരം വായം പോയിട്ടിരിക്കും. വെയിറ്റ് ചെയ്യാം. പോടാ 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 പോടാ. നമ്മുടെ അടുത്ത് കളിക്കാൻ നിൽക്കുക. പോടാ പോടാ. ഇതെന്തൊട്ട് ജീവിയാണല്ലേ. ഞാൻ നേരെ തിരിച്ച് പോയിട്ടുണ്ട്. അയ്യോ എന്നെ കണ്ട്. സാധാരണ ഇങ്ങനെ അല്ലല്ലോ. പോയിക്കഴിഞ്ഞാൽ ആ വഴി നേരെ അങ്ങോട്ട് പോകും. ഈ വട്ടം എന്താവും ബുദ്ധി കളിച്ച് നോക്കണം. എന്നെ പരീക്ഷിക്കണം അവൻ. എന്തായാലും ബാക്ക് യാർഡിൽ പോവാം. പാഡ്ലോക്കി ആയാൽ മതിയായിരുന്നു. പാഡ്ലോക്കിയാണ് സാധാരണ കിട്ടാറ്. എന്തായാലും നോക്കാം. യെസ്, നമുക്ക് പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഗ്രാനി അവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഗ്രാനീനെ നമുക്ക് വെട്ടിച്ചിട്ട് പോവാം. ഗ്രാനി അതിങ്ങോട്ട് വരട്ടെ. ഒച്ചുണ്ടാക്കി കളിക്കാം. ഗ്രാനിയുടെ ചെവി പൊട്ടിക്കാം നമുക്ക്. ഗ്രാനി തേപ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ഒച്ച കെട്ടിട്ട് അങ്ങനെ തോന്നണേ. എന്തായാലും ഓടാം. ഓടി നമ്മൾ രക്ഷപ്പെട്ടു. അവിടെ മാസ്റ്റർ കീ കാണില്ല ഗൈസ്. നമുക്കെന്തായാലും ഒരു വട്ടം തട്ടേണ്ടി വരും ഗ്രാനീനെ. മാസ്റ്റർ കീ കാണില്ല. എവിടെയാണ് അവസാനം ഞാൻ മാസ്റ്റർ കീ കണ്ടത്? ഓർമ്മയില്ല ഗൈസ്. പണി പാളിയാ. നമുക്കെന്തായാലും കാക്കയുടെ അടുത്തൊന്ന് ശരിയാ കാക്കയുടെ അടുത്ത് ഞാൻ കൊണ്ടുവന്നു. കിടക്കുന്ന മാസ്റ്റർ കീ. അപ്പോൾ നമ്മ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു. അതും ഡോർ എസ്കേപ്പ് ആയിട്ട്. യെസ്, നമ്മളൊക്കെ ഓടിപ്പോയിട്ടുണ്ട്. ഗ്രാനി ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. ഞാൻ എവിടെ പോയി എന്നറിയാണ്ട്. പാവം ഗ്രാനി. ഇനി തെറിച്ച് വരും കേട്ടോ. അതെ, ഓടിപ്പറന്ന് ഇങ്ങോട്ട് എൻ്റെ സ്ക്രീനും പൊട്ടിച്ച് പോരും ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞതാ, അപ്പോഴേക്കിനും വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 1 ഡോർ എസ്കേപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇടാൻ പോണ വീഡിയോ പറഞ്ഞാൽ ഗ്രാനി ചാപ്റ്ററിൻ്റെ 1ൻ്റെ സീവർ എസ്കേപ്പ് അല്ലെങ്കിൽ കാർ എസ്കേപ്പ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഉടനെ തന്നെ വരുന്നതായിരിക്കും. ലൈക്കും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.